മോക്ക് എങ്ങനെയാണ് IT കമ്പനി ഉണ്ടാക്കിയെന്നും മോൾ എങ്ങനെയാണ് പരീക്ഷ പാസ്സായതല്ല എങ്ങനെയാണ് മോള് ഒരു കള്ള സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ചത് എന്നൊക്കെ പറയാം. പുഷ്പന്റെ ആത്മാവ് 5 പേരെ വെടിവെച്ച് കൊന്ന അല്ലെ, കൂത്തുപറമ്പിൽ 5 യുവാക്കളെ വെടിവെച്ച് കൊന്നു അല്ലെ, സ്വാശ്രയ കോളേജുകൾക്കെതിരെ സമരം നടത്തിയ 5 യുവാക്കളെ വെടിവെച്ച് കൊന്നപ്പോ പുഷ്പൻ എന്ന് പറയുന്ന ഒരു ധീര സഖാവ് അല്ലെ, എത്ര വർഷങ്ങളാണ് വേദന തിന്നുകൊണ്ട് ആ സഖാവ് കിടന്നതെന്നറിയോ? അപ്പൊ പിണറായി വിജയന്റെ ഈ മോളുണ്ടല്ലോ, വീണ തായ്ക്കണ്ടി എന്ന് പറയുന്ന മോള് അമൃത കോയമ്പത്തൂരിൽ അമൃത കോളേജിൽ പഠിക്കുകയായിരുന്നു. സ്വാശ്രയ കോളേജിനെതിരെ ഇവിടെ സമരം നടത്തുമ്പോ പിണറായിന്റെ മോള് വേറൊരു സ്വാശ്രയ കോളേജിൽ പഠിക്കുകയായിരുന്നു. പഠിച്ചു കഴിഞ്ഞിട്ട് ഇവർ നേരെ പോയത് രവിപിള്ളയുടെ കമ്പനിയിലേക്കോ. രവിപിള്ളയുടെ കമ്പനിയിൽ 5 ലക്ഷത്തിന്റെ പ്രതിമാസ ശമ്പളത്തിൽ ഇവിടെ ജോലിക്കാരിയാവുന്നു, CEO ആവുന്നു. പിണറായി വിജയന്റെ 8 മുട്ടും അറിയാത്ത തേർഡ് ക്ലാസ്സിൽ തട്ടിമുട്ടി പാസ്സായ വീണ വിജയന് CEO ആയിട്ട് രവിപിള്ള പണി കൊടുക്കുന്നു. രവിപിള്ളക്ക് അതിന് പകരം ഒരു കൊട്ടാരം എഴുതി കൊടുക്കുന്നു പിണറായി വിജയൻ. എന്തൊക്കെ നാട്യ കഥകളാണോ! DS ഒക്കെ തടഞ്ഞില്ലേ, സുധീരൻ തടഞ്ഞില്ലേ? ഇതൊക്കെ കേരളത്തിൽ അറിയടോ. എന്നിട്ട് ഉളുപ്പും മാറിയില്ലാതെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇത് നമ്മൾ തടയണോ? ആര് തടയാൻ? ഇവിടുത്തെ ജനങ്ങൾ തടയോ? നീയൊക്കെ ഏത് ലോകത്തിലാണ്? നിന്റെ കുറെ ക്രിമിനലുകള് എല്ലാത്തിനും വധശ്രമത്തിനെതിരെ കേസെടുത്തിട്ടുണ്ട് കേട്ടോ. കേന്ദ്രസേനയോടാണ് കളിച്ചത്. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി. നിന്റെ മോള് കോടികൾ അഴിമതി പണം വാങ്ങി എന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി. വാങ്ങിയിട്ടില്ലായിരുന്നുവെങ്കിൽ നീ എന്താ പറയേണ്ടത്? ED അല്ലേ, വരട്ടെ, അന്വേഷിക്കട്ടെ, അവരെന്താ രേഖകൾ തരയട്ടെ എന്നല്ലേ പറയേണ്ടത്. അതിന് പകരം എന്താ ചെയ്തത്? ഇതുവരെ ചെയ്തത് കഴിഞ്ഞ 1.5 വർഷമായിട്ട് നമ്മുടെ നികുതി പണം ഉപയോഗിച്ചിട്ട്, കോടികൾ ഉപയോഗിച്ചിട്ട് കേസ് നടത്തിയായിരുന്നു എന്ന് പറഞ്ഞാൽ അന്വേഷണം മരവിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏതാണ്ട് 2 കോടി രൂപയാണ് നമ്മുടെ നികുതി പണം എടുത്തുകൊണ്ട് ഈ ദുഷ്ടൻ ചെലവാക്കിയത്. എന്നിട്ട് ഇപ്പം ഒക്കെ കഴിഞ്ഞപ്പോ, അധികാരമൊക്കെ പോയി കഴിഞ്ഞപ്പോ, ED വന്നപ്പം വി ഡി സതീശൻ മോദിയുമായി കൂടിക്കാഴ്ച നടത്തി പിറ്റേന്ന് തന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചു എന്നൊക്കെ പറയുന്നത്. മോഡി സതീശൻ കൂടിക്കാഴ്ച നടത്തിയാൽ പിറ്റേന്ന് തന്നെ കേന്ദ്ര സേന കൊണ്ട് വരില്ല. ഇത് ഹൈക്കോടതിയുടെ ഉത്തരവാണ്. ഇവിടെ പത്രം വായിക്കുന്നവർക്ക് അറിയടോ, ചാനലുകൾ കാണുന്നവർക്ക് അറിയടോ. ഹൈക്കോടതിയാണ് ആ സ്റ്റേ നീക്കിയത്. CMR കമ്പനി ഈ പറയുന്ന അന്വേഷണം, EDയുടെ അന്വേഷണം നിർത്തിവെക്കണം, EDയുടെ അന്വേഷണം മുന്നോട്ട് പോകരുത് എന്ന് പറയുന്ന CMRന്റെ ഹർജി ഹൈക്കോടതി തള്ളി. അതിന്റെ സ്റ്റേ നീക്കി കഴിഞ്ഞ പിന്നെ എന്താ ചെയ്യുക? ED വരും. ആ നിമിഷം ED വരും. ആ ED വന്ന് അന്വേഷിച്ചു. സ്വത്തുകൾ മരവിപ്പിച്ചില്ലേ? കിട്ടിയില്ലേ? എന്നിട്ട് അവസാനം ഉളുപ്പ് മറിഞ്ഞാൽ പറയാ ജനങ്ങൾ നേരിടും. ജനങ്ങൾ നേരിടാൻ വരികയാണല്ലോ. ഏതിനെയും നേരിടാൻ ഇതാണ് നമ്മുടെ കരുത്ത്. ഒന്നിച്ച് നമുക്ക് ഇറങ്ങാന്ന് ഉള്ള ഏരിയ കമ്മിറ്റികൾ മുഴുവൻ പറയാടോ, കണക്കുപുറത്തുനിന്ന് ഉള്ള ഏരിയ കമ്മിറ്റികൾ മുഴുവൻ പറയാണ്, ജില്ലാ കമ്മിറ്റികൾ പറയാണ്, വിജയ കണക്കുപുറത്ത് എന്നിട്ട് പറയാണ് നമുക്ക് ഒന്നിച്ച് നേരിടാന്ന്. ഉളുപ്പും മാനില്ലാത്തവരാണോ താൻ? ഒരു നാടിനെയാകെ കട്ടുമുടിച്ചിട്ട് ഈ നാടിനെ മുഴുവൻ പരിസ്ഥിതി തകർക്കുന്ന കരിമണൽ കർത്തായുടെ കമ്പനിയിൽ നിന്ന് മാസം മോക്ക് ലക്ഷങ്ങൾ എവിടുന്നൊക്കെ വാങ്ങി അല്ലേ? ഇതൊന്നും വെറുതെ പറയുന്നതല്ല. ഇതൊന്നും VD സതീശന്റെ, രമേശ് ചെന്നിത്തല പറയുന്ന കാര്യമല്ല. ഇത് തുടക്കം. ഞാൻ ഈ കഥകൾ മുഴുവൻ പറയുന്നില്ല, ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമില്ലേ? ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ക്വാസി ജുഡീഷ്യൽ ബോഡിയായ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് വളരെ കൃത്യമായി വീണ വിജയന് മാസപ്പടി വാങ്ങിയ കാര്യങ്ങൾ അവരുടെ വിധിന്യായത്തിലാണ്. ആരോപണമല്ല, വിധിന്യായമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ED വന്നത്. ഇനി വരും, CBI വരും. കേട്ടോ, അച്ഛനും മോളും മരിയോനും ഉണ്ടതെന്നും ഒരു സംശയം വേണ്ട കേട്ടോ വിജയ. റെയ്ഡിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തുടനീളം CPM നേതാക്കളും പ്രവർത്തകരും തെരുവിലിറങ്ങി. തെറ്റാണ് വാർത്ത. CPM പ്രവർത്തകരും നേതാക്കളും എല്ലാം രംഗത്തിറങ്ങിയത് വിജയന്റെ ഗുണ്ടകളും വിജയന്റെ ഈ പറയുന്ന ക്രിമിനലുകളുമാണ് ഇന്നലെ മുഴുവനും രംഗത്തിറങ്ങിയിട്ട് ഈ മാതിരി തോന്നിയാസങ്ങൾ നടത്തിയത്. ഇതിനെല്ലാം ജയ് വിളിച്ചുകൊണ്ട് അപ്പൻ ഗോവിന്ദൻ എന്ന് പറയുന്ന സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയന്റെ അമേദ്യം നിന്ന് കൊടുത്ത ഈ പറയുന്ന അപ്പൻ ഗോവിന്ദൻ. അതല്ലാതെ കുറെ ഇമാതിരി വിജയന്റെ വാഴ്ത്തുപാട്ട് സംഘമുണ്ട്, അമ്മാതിരി നേതാക്കന്മാരാണ് ഈ ജയ് വിളിച്ചത് എന്ന് പറഞ്ഞാൽ പിണറായി സഖാവിന്റെ മോക്ക് അഴിമതി വേണം, പിണറായി സഖാവിന്റെ മോക്ക് കോടികൾ മാസപ്പടി കിട്ടണം, അന്വേഷിക്കാൻ പാടില്ല. എന്ത് കഥയാണിത്?
ബാക്കി വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോ പറയട്ടോ. അടുത്ത വീഡിയോ പറയാം. വിടില്ല വിജയ, റിയാസെ, വീണ എല്ലാം ഈ 3 എണ്ണം നോക്കിക്കോ. 3 അഴിക്കുള്ളിൽ പോകുമെന്നതാ എഴുതി വെച്ചോ കേട്ടോ. വരും. ഇതുവരെ ബി ജെ പിക്കാർക്ക് നരേന്ദ്രമോദിക്കും അമിത്ഷാക്കും നിങ്ങളെ വേണ്ടിയിരുന്നു. കാരണം കോൺഗ്രസിനെ കേരളത്തിൽ അധികാരത്തിൽ വരാതിരിക്കാൻ. പക്ഷേ നിങ്ങളുടെ തോന്നിയാസം കൊണ്ട് ഇതാ 102 സീറ്റുകളുടെ ഭൂരിപക്ഷത്തിൽ വി ഡി സതീശൻ സർക്കാർ ഭരിക്കുകയാണ്. ഇനി നിങ്ങൾ എന്തിനാണ് ഇനി ബി ജെ പിക്ക്? അതുകൊണ്ട് തന്നെ വിജയ, ഇനി വരുന്ന ദിവസങ്ങളിൽ പോകും. നീ മാത്രമല്ല, നീയും നിന്റെ മോളും നിന്റെ പൊണ്ടാട്ടിയും നിന്റെ മരുവനും ജയിലിൽ പോകടോ. ഒരു സംശയമില്ല കേട്ടോ.